ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് വീട്ടിലുള്ള കുറച്ച് ഔഷധ സസ്യങ്ങളൊക്കെ പരിചയപ്പെടാം കേട്ടോ. ഇത് അരൂതയാണ്. നമ്മളെ വീട്ടിൽ ന്യൂ ബോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ കരയൊക്കെ ആണെങ്കിൽ വയറുവേദന ഒക്കെ ആയിട്ട് കരയുന്നതെങ്കിൽ ഇതൊക്കെ സ്മെല്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാട്ടോ. ഇതിൻ്റെ സ്മെല്ല് നല്ല സ്മെല്ലാണ്. അപ്പോൾ ഇത് നല്ലൊരു ഔഷധ സസ്യമാണ്. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ കാണിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന പനിക്കൂർക്കലാണ്. ഇത് ചെറിയ മക്കൾക്കാണെങ്കിലും വലിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കഫക്കെട്ടിനും ജലദോഷത്തിനും ഒക്കെ ഇതിൻ്റെ നീര് പിഴിഞ്ഞ് കുടിക്കുന്നത് നല്ലതാട്ടോ. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവതുളസിയാണ്. ഇതിൻ്റെ സ്മെല്ല് സൂപ്പറാണ്. അപ്പോൾ ഇത് നമുക്ക് ആവി പിടിക്കുമ്പോഴൊക്കെ അതിലിട്ടിട്ട് ആവി പിടിക്കുക. ഇനി ഇത് വിക്സ് തുളസിയാണ്, ഒരു വെറൈറ്റി തുളസിയാട്ടോ. ഇതിന് വിക്സിൻ്റെ അതേ സ്മെല്ലാട്ടോ. ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്ത് നോക്കിയാൽ തന്നെ വിക്സിൻ്റെ അതേ സ്മെല്ലാണ്. തലവേദനയൊക്കെ വരുമ്പം വെറുതെ തലയിൽ ഇങ്ങനെ ആക്കി കൊടുത്താലും പിന്നെ ആവി പിടിക്കുമ്പോൾ അതിലിട്ട് ആവി പിടിച്ചാലും ഒക്കെ നല്ലതാണ്. പിന്നെ ഇത് ബ്രഹ്മിയാണ്. അപ്പോൾ ബ്രഹ്മി കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് രാവിലെ വെറും വയറ്റിൽ നീര് പിഴിഞ്ഞ് കൊടുക്കുന്നത് വളരെ നല്ലതാട്ടോ. ഇത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കരിന്തുളസിയാണ്. ഇത് നമുക്ക് ജലദോഷം വന്നാലും പിന്നെ പനിക്കൂർക്കലിൻ്റെ കൂടെയൊക്കെ ഇത് നമുക്ക് നീരെടുത്തിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. നല്ല സ്മെല്ലും ആണല്ലോ ഇതിന്. പിന്നെ ഇത് നമ്മുടെ കാട്ടുതക്കാളീൻ്റെ ഇലയാട്ടോ. ഇത് നല്ലൊരു ഇലക്കറി എന്നതിനപ്പുറം നല്ലൊരു ഔഷധ സസ്യം കൂടിയാണ്. പുണ്ണൊക്കെ ആയിട്ടുള്ള വയറുവേദന വയറിരിച്ചിലിനൊക്കെ ഇത് ഉപ്പേരി വെച്ച് കൂട്ടിയാൽ നല്ലതാട്ടോ. ഇത് പിന്നെ കൊടകൻ മുത്തിൽ എല്ലാവർക്കും അറിയാലോ. ഇത് പിന്നെ പീരിയഡ്സിൻ്റെ വയറുവേദനയ്ക്കും അല്ലാത്ത വയറുവേദനയ്ക്കും പല്ല് വേദനയ്ക്കും അങ്ങനെ ഒരുപാട് അസുഖത്തിനുള്ളൊരു ഔഷധമാണ് ഇത്. നമ്മുടെ സ്വന്തം മിൻറ്റ് ലീഫ് പുതിന. ഇത് നമ്മൾ കറികളിൽ ഇടുന്ന അല്ലാണ്ട് നമുക്ക് ചമ്മന്തിയൊക്കെ അരച്ചാൽ നല്ലതാട്ടോ. ഗ്യാസിനൊക്കെ നല്ലൊരു മരുന്നാട്ടോ.